ഞാനിവിടെ വന്നത് എൻ്റെ കൂട്ടുകാരൻ കിരണിന് വേണ്ടിയിട്ടാണ്. അവൻ എന്നോട് പറഞ്ഞത് വഴി തെറ്റിപ്പോയതിനോട് ക്ഷമിക്കാം, പക്ഷേ തെറ്റായ വഴിയെ പോയതിനോട് ക്ഷമിക്കാൻ പറ്റില്ലെന്നാണ്. ഞാൻ പോയ വഴി തെറ്റായിരുന്നു. ഇതാണ് സൂര്യ, എൻ്റെ എക്സ്. ഒരു 3 കൊല്ലം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു. പിന്നെ ഇവൾ കുടുംബം, കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഒഴിവാക്കി. എൻ്റെ ജീവിതത്തിലെ മികച്ച ഒരു തീരുമാനമായിരുന്നു അത്. ഇവളെ എനിക്കിഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ യെസ്, ഷി വാസ് മൈ ലവ്. ഇതിലാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്കിരിക്കുന്നത്. ഞാൻ തേടി വന്ന സാധനം. ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് സമയത്ത് കറക്റ്റ് തീരുമാനം എടുക്കണം. എൻ്റെ ബ്രേക്കപ്പ് പോലെ. അതായത് നമുക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ ആദ്യം നമ്മൾ എവിടെന്നെങ്കിലും ഇറങ്ങണം. ബേസിക്കലി ഞാനിപ്പോൾ ലവിനും ലക്കിനും ഇടയിൽ സ്റ്റക്കാണ്. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ. ലവ് വേണോ അതോ ലക്ക് വേണോ? ലക്ക് മതി. ഇതിനു മുമ്പേ ഞാൻ അവളെ ഒഴിവാക്കിയത് ഒരു 5 ദിവസം മുമ്പാണ്. ഹായ് സാർ, ഓർഡർ എടുത്തിരുന്നോ? ഇല്ല. എന്താ വേണ്ടേ? ഒരു കോഫി. ഓക്കെ. സാറിന് എന്താ വേണ്ടേ? സാർ കഴിക്കാൻ എന്തെങ്കിലും അതോ ജ്യൂസ് വല്ലതും എടുക്കണോ? സാർ സാർ എനിക്കൊന്നും വേണ്ട. ഇവിടെ നിന്നെങ്കിലും ഒന്ന് പോയാൽ മതി. ആവശ്യമുള്ളവരെന്നാന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിച്ചോളൂ. ഹലോ ഹലോ, മച്ചാനെ ബ്രേക്കപ്പ് ആയി കേട്ടല്ലോ. കുപ്പി എടുക്കില്ലേ? നീ കഴിഞ്ഞ ആഴ്ച ഒരു 1000 രൂപ മേടിച്ചോണ്ട് പോയില്ലേ? അതാ നീ തിരിച്ചാ? എന്നിട്ട് മതി നിന്റെ കുപ്പി. സൂര്യ, നീ വരുന്നില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഇതിപ്പോൾ കൈയിട്ടാലും കിട്ടത്തില്ല. അതല്ല ഞാൻ ചോദിച്ചത്. ഉം. വിസ വന്ന് അന്നൊട്ട് ഞാൻ ശ്രദ്ധിക്കണതാ. അവളുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? സൂര്യയുടെ ആ. അവളെ നീ എന്തിനിങ്ങനെ ഒഴിവാക്കണേ? ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? അതൊന്നും നീ ഇടേണ്ട കാര്യമില്ല. ഓൾ പേഴ്സണൽ തിങ്സ്. ഓ, അതാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്തൊക്കെയാണെങ്കിലും നീ ഇപ്പോൾ തെറ്റായ വഴി കൂടെയാണ് മോനെ പോണേ. റോങ് പാത്ത്. അതങ്ങനെ കാര്യമൊന്നുമില്ലടാ. ഞങ്ങൾ തമ്മിൽ ചേരില്ല.
എപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപേ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. അവളുടെയൊക്കെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോണ്ടല്ലോ, നിനക്ക് അവളൊരു ലോട്ടറിയാണ്. അവനെ പോലെ ഒരുത്തിനിട്ടിട്ട് പോയെന്ന് കരുതി നീ എന്തിന് ഇത്ര വിഷമിക്കുന്നേ? ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. അതുകൊണ്ട് തന്നെ ഇമോഷണലി കണക്റ്റ് ആയ ഓണം അവന് ഇത്തിരി പാടാ. ഈ വർക്ക് ചെയ്തു തരാൻ പറയുമ്പോഴേക്കും തന്റെ സമയത്ത് ചെയ്തു തരല്ല വേണ്ട. ഇവിടെ ഒരു ഡെഡ് ലൈനും കാര്യമുണ്ട്, അതനുസരിച്ച് താൻ ചെയ്തു തരണം. തനിക്ക് പഞ്ച്വലായിട്ട് കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റണം. താൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്തു എന്നിട്ട് ആ വർക്ക് എവിടെ? കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്യാൻ പറഞ്ഞ വർക്ക് എന്തേ? അത് ഞാൻ പിന്നെ തനിക്ക് പറ്റില്ലെങ്കിൽ താൻ വീട്ടിലിരുന്നോ? എനിക്കിവിടെ വേറെ ആൾക്കാരുണ്ട്. തനിക്ക് ഇവിടെ എത്ര കംപ്ലൈന്റ് ലോഗിൻ ചെയ്യുന്നില്ല. താൻ എന്താ നേരെ കംപ്ലൈന്റ് ചെയ്യാത്ത? ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ റിപ്പോർട്ട് എവിടെ? ഞാനത് മെയിൽ എവിടെ മെയിൽ എവിടെ? കംപ്ലൈന്റ് മാത്രമേ അതിനെ പറ്റി കിട്ടുള്ളൂ. താൻ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ട് തനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുന്നില്ല. എന്താ നിന്റെ പ്രശ്നം? എടി എനിക്ക് എന്താടി ഒരു കുഴപ്പം? അവൻ എന്തിനാ ഇട്ടിട്ട് പോയേ? എനിക്ക് എന്താ ഒരു പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ബോധം എന്ന് പറഞ്ഞ സാധനമില്ലേ? കുറച്ചുകൂടെ ഉറക്കക്കരേ. അത് കേട്ട് അവനടിന്ന് സന്തോഷിക്കട്ടെ. എടി, അവൻ നിന്നെ ഇട്ടിട്ട് പോയി. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ നെകളിപ്പ്? ട്രിപ്പ് പോകുന്നു, റീൽസ് ചെയ്യുന്നു, ആത്മാവ് കൈമാറുന്നു, ഒരുമിച്ച് ഉണ്ണുന്നു. എന്നിട്ടിപ്പോ അവൻ എവിടെ? അവൻ വല്ല പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങുന്നുണ്ടായിരിക്കും. ഇതവന് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. പോയി പാർക്ക് പോയി. കാമുകൻ പറയണത് മാത്രല്ല, ഇടയ്ക്ക് കൂട്ടുകാർ കൂടി പറയണത് കേൾക്കാം. ഞാൻ അന്നേ പറഞ്ഞത് അവനെ നമ്പരുതെന്ന്. ദേ ഇങ്ങോട്ട് നോക്ക്. അവനെ കണ്ടാ തന്നെ അറിയാം. അവൻ വെറും പൂളിക്കളയും പന്നി നിന്നെ ഞാൻ. എടാ എന്താണ് എടാ നിന്റെ പ്രശ്നം എന്താണ്? നീ എല്ലാരെയും നിന്നിങ്ങനെ മുടിപ്പിക്കണത്? എടാ സ്വയം ചാവാന്ന് ഒന്നല്ല നിനക്ക്? അതോ നിന്നെ ഞാൻ കൊന്നു തന്നോ? എടാ ഇത്ര പ്രായമില്ലടാ കോമാളി നിനക്ക്. എടാ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വത ഇങ്ങനെ നിനക്ക് കാണിച്ചു പറയട്ടെ, അതവിടെ തന്നെ ഉണ്ട് അടുപ്പില്. ഇനി വേണ്ടി കരാൻ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. കിരണേ, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. നീ ടിക്കറ്റ് എടുത്ത ദിവസം അവളെ കാണാൻ ഞാൻ ഹോസ്റ്റലിൽ പോയായിരുന്നു. അത് മിസ്സാവുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആ ജാക്കറ്റിലിട്ട്. അത് ഞാൻ അവിടെ വെച്ച് മറന്നു. ഞാൻ അറിഞ്ഞു അതിന് 1,00,000 രൂപ അടിക്കുമെന്ന്. അല്ലേലും നീ എടുക്കുന്ന ടിക്കറ്റിന് നമ്മുടെ അടുപ്പ് കത്തിക്കാൻ പോലും ഗുണമുണ്ടായിട്ടില്ല. ഓ ഓ ഓ സമ്മതിച്ചു, ഞാനെടുത്ത് നിർക്കണേ. നീ ആരാണാവോ? നിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. എടാ ഈ വീട്ടിൽ അടുപ്പത്തിക്കാനായിട്ട് നീ എത്ര കൊള്ളി ഇറക്കി? എടാ 3 മാസമായിട്ട് ഒരു പണിക്കും പോണ്ടി നീ ഇവിടെ പെറ്റെടുക്കാല്ലേ? എന്നെ കുറ്റം പറയാനുള്ള എന്ത് യോഗ്യത പൊന്തി നിനക്ക്? നമുക്കൊരു പാക്കറ്റ് കൂള് മേടിച്ചാലോ? എടാ നീ ഇത് കണ്ട ക്ഷമയുടെ ഏറ്റവും അറ്റത്താ നിക്കണേ. ഹലോ ചേട്ടാ വണ്ടി ഞാൻ വന്ന് എടുത്തോളാം. ചേട്ടാ എനിക്ക് കുറച്ച് സമയം എന്തായോ? എന്റെ പൈസ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ട് കിടക്കാണ്. ഞാനതൊന്ന് എടുത്തോട്ടെ. അതുവരെ ചേട്ടനാ വണ്ടി ഉരുട്ടിണ്ടിടുന്നോ? കണ്ടില്ലടാ നീ ഓരോരുത്തന്മാരെ വിളിക്കണത്? എടാ ടാക്സ് പിടിച്ച് മിച്ചുള്ള പൈസ കൊണ്ട് ഞാൻ വണ്ടി ഒന്ന് പറഞ്ഞ് ഇറക്കിക്കോട്ടെ. മനസ്സിലാക്ക് നീ. ഇപ്പൊ പോയിക്കണത്തോടെ കാണോ? കാണരുത്. ഇനി ഒന്നും കാണരുത്. ഇനി മുതൽ അവന്റെ ഓർമ്മ നിന്റെ മനസ്സിൽ പോയിട്ട് മുറിയിൽ പോലും കാണരുത്. എല്ലായിടത്തും കളഞ്ഞേക്കാം. നീ തന്നെ എടുത്തുണ്ടോ? നീ തന്നെ അവളുടെ റൂമിൽ കയറി സാധനം എടുത്തിട്ട് എങ്ങനെയാണോ ഞാൻ നിന്നത് ഏൽപ്പിച്ചത് അതുപോലെ തന്നെ തിരിച്ച് 2 മണിക്കൂറിനുള്ളിൽ എന്നെ ഏൽപ്പിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മോനെ ഞങ്ങൾ ബ്രേക്കപ്പ്. ഇനി ആ റൂമിലോട്ട് പോകാൻ പറ്റില്ല. ഇനി ആ റൂമിൽ കാല് കുത്തി കഴിഞ്ഞാൽ കുത്തണ കാല് വെട്ടുമെന്ന് അവൾ പറഞ്ഞേക്കുന്നത്. പിന്നെ കുറെ തേറിയും പറഞ്ഞു. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, നീ ഞെട്ടരുത്. ഇനി ആ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നില്ല. നിനക്ക് ഞാൻ അങ്ങനത്തെ വേറൊരു ടിക്കറ്റ് എടുത്ത് തന്നാൽ മതിയോ? അങ്ങനെ ഒരു ടിക്കറ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവളത് കത്തിക്കും. അത് ഉറപ്പാ. കത്തിക്കാം. അവൻ വാങ്ങി തന്നല്ലേ? എല്ലാം കൂട്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കത്തിക്കാം. എടി ഞാൻ ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ പറയും, നീ കേൾക്കും. അവളോട് കാര്യം പറഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് 50-50. നേരത്താണോ? ഇതിന് മാത്രം എന്താടാ നീ അവളോട് ചെയ്തത്? അതൊന്നും നീ അറിയണ്ട. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസാണ്. നീ ഒരു കാര്യം ഓർത്താൽ മതി.
അവളുടെ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇടാൻ 5 മിനിറ്റ് വൈകിയെന്നും പറഞ്ഞ് അപ്പോയിൻമെൻ്റ് ഓർഡർ ജോയിനിങ് ഡേറ്റ് കഴിയുന്നവരെ ഒളിപ്പിച്ച് വെച്ചോളാം അവൾ. അവളീന്നേ എന്തും പ്രതീക്ഷിക്കാം. അവളെ പിന്നെ സഹിക്കാം. അവളുടെ കൂടെ ഒരുത്തിയുണ്ട്, ഒരു ഫെമിനിസ്റ്റ് താടക. അവളുടെ കയ്യിലെങ്ങാനും കിട്ടിയാണോ ഇനി അതെടുക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇവനെ ഞാൻ ഇന്ന് ഇറങ്ങി പോടാ പട്ടി. സൂര്യ കൂൾ. സൂര്യ, ഞാൻ നിന്നോട് സോറി പറയാൻ വേണ്ടി വന്നതാ. സൂര്യ ഒന്ന് നോക്ക്, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്ത് കേൾക്കാൻ? നിനക്ക് എന്താ പറയാനില്ല അനൂപേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇപ്പൊ നീ എന്തിനാ വന്നേ? എനിക്ക് നിന്നെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയില്ലായിരുന്നു, എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. സൂര്യ, ഞാൻ നിന്നോട് സോറി പറയാൻ വേണ്ടി വന്നതാ. എന്നെ തുടരുത്, എൻ്റെ അടുത്ത് മാറിക്ക്. സൂര്യ, നമ്മൾ തമ്മിൽ ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. എനിക്കതൊന്നും ഓർക്കാനും കൂടി താല്പര്യമില്ല. നീ ഒന്ന് ബ്രേക്കപ്പ് പറഞ്ഞു പോയതിലല്ല എനിക്ക് വിഷമം. എല്ലാം എൻ്റെ ഫോൾട്ടാന്ന് വരുത്തി തീർക്കാൻ ഞാനൊരു ബിച്ചാണ് നീ പറഞ്ഞോടതില്ലേ? ഞാനോ? അത് ഒരു ഗ്രൂപ്പിൽ. സൂര്യ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഡിപ്രഷനിലായിരുന്നു. ആകെ മൊത്തത്തിൽ ഓരോരോ അവസ്ഥ. എനിക്കറിയാം, എനിക്ക് നീ ഇല്ലാണ്ട് എനിക്കിത് പറ്റില്ല സൂര്യ. അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി നീ എന്തേ തോന്നാ? I was always the one doing everything for our relationship and you were only concerned about yourself. ശരി, സമ്മതിച്ചു. നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച ഞാനാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് സോറി പറയാൻ വേണ്ടി വന്നേ. എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നൂടെ? You don't deserve a second chance. Actually അപ്പു പറഞ്ഞ ശരിയാ, എനിക്ക് മതിയായി, മടുത്ത്. സോറി പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എനിക്കറിയാം ഞാനിപ്പോൾ ഒരു വില്ലനെ പോലാണെന്ന്. ഞാൻ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് സൂര്യ. നീ ഇപ്പം എന്നെ വെറുക്കണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഇല്ല അനൂപേ, എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. അതിന് പറ്റിയിരുന്നെങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായനെ. നീ ഇവിടുന്ന് പോ അനൂപേ. സൂര്യ, റിയലൈസേഷൻ എനിക്ക് എപ്പോഴും വൈകിയേ വരാറുള്ളൂ. എനിക്ക് ഒരു ചാൻസ് കൂടെ പ്ലീസ്. ഇനി ഇങ്ങനെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? സത്യം. നിനക്ക് നിന്റെ കൂട്ടുകാരല്ലേ വലുത്? ഞാൻ ആ റൂമിൽ നിന്ന് പൊക്കോളാം. അമ്മ കൂട്ടം നിർത്തിക്കണം. ഒരു ചാൻസ് കൂടെ. അവളൊരു പാവാടാ. നീ അവളുടെ അടുത്ത് പോയിട്ട് പറ, ഏ സൂര്യ തെറ്റെൻ്റെ ഭാഗത്താ എന്ന് 2 സെൻറ്റി ഡയലോഗ് അടിച്ച് എന്നോട് വീണോളും. ചെല്ലേ. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. നിന്റെ ഈ ടോക്സിസിറ്റിയും നിന്റെ മുടിന്റെ സംശയവും എന്നോട് ചെയ്ത എല്ലാ കാര്യവും ഞാൻ ക്ഷമിക്കാം. നിന്നെ ഞാൻ പഴയതുപോലെ വിശ്വസിക്കുകയും ചെയ്യാം. അതിന് നീ ഈ ടിക്കറ്റ് കത്തിക്കണം. ഇല്ലേ പിന്നെ നീ ടിക്കറ്റ് കൊടുത്തോണ്ട് പൊക്കോ. പിന്നെ ഈ വഴിക്ക് വരരുത്. ടിക്കറ്റ് ഇടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ട് ഞാൻ കത്തിയും.